ഗൈസ്, ദേ നമ്മളിന്ന് പന്നിയിറച്ചി മേടിച്ചിട്ടുണ്ട്. പന്നിക്കറി വെക്കണം വൈകിട്ടത്തേക്ക്. വെച്ചാലോ? ഇറച്ചി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് പുരട്ടി വേവിക്കാൻ വെക്കാം കേട്ടോ. നല്ല സെറ്റായിട്ട് വെന്ത് കുറുകി വന്നിട്ട് വലിയ നെയ്യ് കഷ്ണമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വലിയ നെയ്യൊന്നുമില്ല. നമുക്ക് കറി വെക്കാൻ വേണ്ടി തുടങ്ങാം. ഇഞ്ചിയും വെളുത്തുള്ളി സവോളയെല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിക്കകത്താണ് ഇന്ന് കറി വെക്കുന്നത്. ചട്ടിക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടെ വഴറ്റാൻ പോകും. ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും കരിയാപ്പില ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റണം. നല്ല വഴണ്ട് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാവും. അത് കഴിയുമ്പോൾ വഴണ്ട് നല്ല സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളിടാം. പൊടികളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഞാൻ പിന്നെയേ ചേർക്കുകയുള്ളൂ. അപ്പം നമുക്കത് സെറ്റായിട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും പൊടികളെല്ലാം തട്ടിയിട്ട് അടിപൊളിയായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റാം. ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ അങ്ങോട്ടിടാം. പച്ചമണം വരുന്നത് വരെ നല്ലതായിട്ടൊന്ന് മൂപ്പിക്കാം. അവിടെ വെക്കാം. നല്ല അടിപൊളിയായിട്ട് തിളച്ച് ഓക്കെ നോക്കാം. നോക്കാം നല്ല പാവയ്ക്ക കൊത്തിയരിഞ്ഞ് തേങ്ങായും സവോളയും ഒരു സാധനം ഇട്ടില്ല, പച്ചമുളകും കൂടെ ഇടണം. അതും കൂടെ കറി വെക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ച് ഗൈസ്, ഇത് കണ്ടോ, നല്ല രസമല്ലേ എൻ്റെ ഈ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട് മാളുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അവൾ ചെറിയൊരു ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല കൈ വേറെ സെപ്പറേറ്റ് വേണം കൈയൊക്കെ നമുക്ക് പിടിപ്പിക്കാം. ഉണ്ട്, നല്ലതല്ലേ, അടിപൊളിയായിട്ടില്ലേ, നല്ല രസമില്ലേ. തുറന്നു പല്ലി കയറ്റാൻ വേണ്ടി